സ്ത്രീകളെ, ഭർത്താവിനനുസരിക്കുക, ആ ഭർത്താവിന്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തന്നതാണ്. എത്രത്തോളം ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു സുന്നത്തായ നോമ്പ് പോലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ എന്റെ ഭാര്യക്ക്, നിങ്ങളുടെ ഭാര്യക്ക് അനുവാദമില്ല എന്നതാണ് ഇസ്ലാമിന്റെ വിധി. ഒരു സുന്നത്തായ നോമ്പ് പോലും ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ, ഒരു സ്ത്രീക്ക് നോമ്പെടുക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. എങ്ങനെയാണെങ്കിൽ വസൗജുഹാ, ആ സ്ത്രീയുടെ ഭർത്താവ് ഷാഹിദുൻ, അവിടെയുണ്ട്, ഇല്ല ബിഇദ്നി, അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിക്കൊണ്ടല്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും ആ ഭർത്താവ് പകൽ വീട്ടിലുണ്ട്, നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട് എങ്കിൽ നിങ്ങളുടെ നോമ്പതിന് തടസ്സമാകുമെങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദീന്. അവ എത്രത്തോളം ബാധ്യതയുണ്ട്. ഇനി പോരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് വിശദീകരിച്ചത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സ്ത്രീയും തന്റെ ഭർത്താവിനെ ഒരിക്കലും ആ പ്രയാസപ്പെടുത്തുന്നില്ല ഇങ്ങനെയായിട്ടല്ലാതെ. എങ്ങനെ? ലാ തുഅദി ഇംറഅത്തുൻ സൗജഹാ ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുകയില്ല, ഇല്ലാ ഖാലത്ത്, പറഞ്ഞിട്ടല്ലാതെ. ആര്? സൗജതുഹു മിനൽ ഹൂറിൽ ഐൻ, നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകമെന്ന് പറയുന്ന സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കുന്ന ആ സ്വർഗത്തിലേക്ക് റബ്ബൊരുക്കി വെച്ച ഹൂറുൽ ഐൻ എന്ന് പറയുന്ന വിശാലമായ കണ്ണുകളുള്ള സൗന്ദര്യവതികളായ സ്വർഗീയ സ്ത്രീകളെ കുറിച്ചാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആ സ്വർഗീയ സ്ത്രീ പറഞ്ഞിട്ടല്ലാതെ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ ദുനിയാവിൽ വെച്ച് ഉപദ്രവിക്കാൻ കഴിയില്ല. എന്താണ് സ്വർഗീയ സ്ത്രീ പറയുന്നത്? ഇവിടെ വെച്ച് നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കുമ്പോ, പ്രയാസപ്പെടുത്തുമ്പോ, മനക്ലേശം ഉണ്ടാക്കുമ്പോ, ടോർച്ചർ ചെയ്യുമ്പോ, തിരിച്ചുമാവാം പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുമ്പോ സ്വർഗത്തിലെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ, അല്ലാഹു തആല ഒരുക്കി വെച്ച മുഅ്മിനായ ഒരാളെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നതെങ്കിൽ അതാ സ്ത്രീ പറയും, ലാ തുഅദി, ഖാതലിക്കില്ല, ഉപദ്രവിക്കല്ലേ അദ്ദേഹത്തെ, നീ നശിച്ചു പോകട്ടെ. നിന്റെ അടുക്കൽ താൽക്കാലികമായി ഒന്ന് കുറച്ച് സമയമേ നിൽക്കുന്നുള്ളൂ, നിന്നെ വെറുപിരിഞ്ഞ് ഇവിടേക്ക് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ മനുഷ്യനെ ഉപദ്രവിക്കല്ലേ, ഖാതലിക്കില്ല, നിന്നെ അല്ലാഹു തആല നശിപ്പിച്ചു കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ദുനിയാവിൽ വെച്ച് ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ഒരു നല്ല ഭർത്താവാണെങ്കിൽ, നല്ലൊരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അദ്ദേഹത്തെ ദ്രോഹിക്കാൻ കഴിയില്ല.